ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം മുഖ്യമന്ത്രി ശ്രീ പിണറായിയുടെ അധ്യക്ഷതയിൽ ഇന്നത്തെ യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, പ്രതികാര സമീപനം, ഇതിനെതിരായിട്ടുള്ള ഒരു ജനസമിതികൾ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രക്ഷോഭം കേരളത്തിൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേരളം സാമ്പത്തികമായി ഒരു വിഷമം അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് കാർഷിക വ്യാവസായിക മേഖല, ആ മേഖലയിൽ നിന്നുള്ള വരുമാനങ്ങൾ, പക്ഷേ ഫലപ്രദമായൊരു പ്ലാനിങ്, ഫലപ്രദമായൊരു മാനേജ്മെന്റ്, ഭാവിയെ കണ്ടുകൊണ്ടുള്ള ആസൂത്രണം, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കേരളം വികസിച്ചു വരുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൻ്റെ വികസന രംഗങ്ങളിൽ വികസന മുരടിപ്പുണ്ടാക്കി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനസ്വാധീനത്തെ കുറക്കാൻ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ന്യായമായും ലഭ്യമാകേണ്ടിയിരുന്ന പദ്ധതി വിഹിതങ്ങൾ, അർഹതപ്പെട്ട നികുതി വരുമാനത്തിൻ്റെ വിഹിതങ്ങൾ, റവന്യൂ കമ്പനി നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം, GST നഷ്ടപരിഹാരം തുക ലഭ്യമാക്കുക എന്നിത്യാദി കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായും ഒരു നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം വളർന്ന് വികസിക്കണമെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം ഒരു പ്രധാന ഘടകമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ പരമാവധി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പ്രത്യേക പരിഗണനകൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വികസനത്തിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകരിച്ചു. അതിലൂടെ വിഭവ സമാഹരണം നടത്തി വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കിഫ്ബി തന്നെ മുൻകൈയെടുത്ത് വിഭവ സമാഹരണം നടത്തി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ വന്നു. അതുപോലെ തന്നെ കിഫ്ബിയും ഗവൺമെന്റും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നത്, ആ സാമ്പത്തിക പ്രയാസത്തിന് കേന്ദ്ര ഗവൺമെന്റ് സഹായം അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ കടം വാങ്ങാനുള്ള ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തെ പോലും നിയന്ത്രിച്ച് കടം വാങ്ങാനുള്ള അവകാശം പോലും നിഷേധിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന് 156 കോടി രൂപ, ലക്ഷം കോടി രൂപ, 186 ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കടം വാങ്ങിയിട്ടാണ് ഭരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കടമുണ്ട്. താരതമ്യേന നോക്കിയാൽ കടം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ കടം 3 ലക്ഷം കോടി രൂപയാണ്. ഗുജറാത്തിൻ്റെത് 8 ലക്ഷം കോടിയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ, UP. ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളും കടബാധ്യതയുള്ളതാണ്. എന്നാൽ കേരളത്തിന് കടം വാങ്ങാനുള്ള അവകാശം പോലും നിയന്ത്രിക്കുക, കിഫ്ബി വാങ്ങിയിട്ടുള്ള വായ്പ പോലും സംസ്ഥാന ഗവൺമെന്റിന്റെ വായ്പാ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തുക,
അതുപോലെ തന്നെ KSF വാങ്ങിയിട്ടുള്ള പണം ആ വായ്പയും സംസ്ഥാന വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ഈ നിലപാടുകൾ വെച്ചുകൊണ്ട് വായ്പ നിയന്ത്രിക്കുക, വായ്പ ലഭ്യമാക്കാതിരിക്കുക. നമ്മുടെ കേരളത്തിലെ ട്രഷറികളിലെല്ലാം കൂടി ഏതാണ്ട് ഒരു 10-15,000 കോടി രൂപയുണ്ട്. അത് എത്രയോ കാലമായി കിടക്കുന്ന ഒരു പണമാണ്. ആ പണം കേരളത്തിന്റെ വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് അതുകൂടി വായ്പയായി കണക്കാക്കിക്കൊള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. 1% അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിഷേധിക്കുന്നു എന്നാൽ 1% വായ്പ വാങ്ങാൻ അനുവാദം ചോദിച്ചിട്ട് പോലും നിഷേധിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 1 രൂപ നികുതി പിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 25 പൈസയാണ് കേരളത്തിന് അനുവദിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് 1 രൂപ നികുതി പിരിക്കുമ്പോൾ 1 രൂപ 56 പൈസയാണ് യുപിക്ക് കൊടുക്കുന്നത്. കർണാടകത്തിൽ നിന്ന് 1 രൂപ നികുതി പിരിക്കുമ്പോൾ അവർക്ക് 75 പൈസയാണ് അവർ കൊടുക്കുന്നത്. കേരളത്തിലാണ് 1 രൂപ നികുതി പിരിക്കുമ്പോൾ 25 പൈസയാണ്. അതായത് നികുതി വിഹിതം ലഭ്യമാക്കുന്നില്ല, റവന്യൂ കമ്മി നികത്താനുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നില്ല, വായ്പ പോലും അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. ഇന്ത്യയിൽ ദേശീയപാതയുണ്ട്. ആ ദേശീയപാത കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂമി ഏറ്റെടുക്കുന്നതും ദേശീയപാത നിർമ്മിക്കുന്നതും അതിന്റെ നിയന്ത്രണങ്ങളും ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിക്ഷിപ്തമാണ്. അതിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ആ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ നാഷണൽ ഹൈവേ ആരംഭിക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ 25% കേരളം തരണം. എന്നാലേ ഭൂമി ഏറ്റെടുക്കും. 6500 കോടി രൂപയാണ് നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വാശി പിടിച്ച് നാഷണൽ ഹൈവേ തടസ്സപ്പെടുത്തുമെന്ന് വന്നപ്പോൾ എന്ത് സാഹസം സഹിച്ചു നാഷണൽ ഹൈവേ നടപ്പിലാക്കാൻ കേരള ഗവൺമെന്റ് 6500 കോടി രൂപ 25% അടച്ച് നാഷണൽ ഹൈവേയുടെ പദ്ധതി നടപ്പിലാക്കുന്നത്. നാഷണൽ ഹൈവേ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കടമെടുത്തിട്ടാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപ നാഷണൽ ഹൈവേക്ക് വേണ്ടി കടമെടുത്ത് പ്രവർത്തിക്കുകയാണ്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള കടമെടുക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു. ഇവിടെയാകട്ടെ കേന്ദ്ര നിക്ഷേപം കുറഞ്ഞു വരികയാണ്, കേന്ദ്ര സ്ഥാപനങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ റെയിൽവേ വിഹിതം കേരളത്തിലാണ്. നമ്മുടെ ശബരി റെയിൽപാത അതിന്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല. ഇതിനെല്ലാം ഈ മാനദണ്ഡം മുമ്പോട്ട് വെക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ചുരുക്കത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കുകയാണ്. ഈ മുരടിപ്പിനെതിരായി എന്തെങ്കിലും പ്രതികരിക്കാൻ കേരളത്തിലെ UDF കോൺഗ്രസ് UDF എംപിമാരോ മുന്നോട്ട് വരുന്നില്ല. ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരായി യോജിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എന്ന കാര്യം വെച്ചുകൊണ്ട് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് മന്ത്രിമാർക്ക് സമർപ്പിക്കാൻ, ധനമന്ത്രിക്ക് സമർപ്പിക്കാൻ UDFന്റെ എംപിമാർ ആ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പുവെക്കാൻ പോലും ഇതിനു മുൻപ് തയ്യാറായി. കേരളത്തിന്റെ വികസനം മുരടിക്കരുത്. അതുകൊണ്ട് തന്നെ വികസനത്തിനുള്ള പണം കണ്ടെത്തി ഫലപ്രദമായൊരു പ്ലാനിങ്ങിലൂടെ
അതിവേഗത്തിലുള്ള വികസനത്തിന് കേരള ഗവൺമെന്റ് രൂപം കൊടുക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അവഗണനക്കെതിരെ കേരളത്തോട് കാണിക്കുന്ന, കേരള ജനതയോട് കാണിക്കുന്ന അവഗണന, ഇത് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല. കേരളത്തിലെ ജനങ്ങൾക്കാണ് അതിന്റെ ദോഷം. കേരളത്തിലെ ജനങ്ങളെ വികസനമാണ് മുരടിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നീതികേട്, ജനവിരുദ്ധ നയങ്ങൾ, ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭം ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ബഹുജന സമരങ്ങളായിരുന്നു. ഇനി ഡൽഹിയിൽ ഫെബ്രുവരി മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് ജന്തർ മന്ദിർ, അവിടെയാണ് ഡൽഹിയിൽ സമരകേന്ദ്രം. കേരള ഹൗസിന്റെ മുമ്പിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട് ജന്തർ മന്ദിർ ഒരു സമരം ചെയ്യാൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരാകെ, അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ MLA-മാരും MP-മാരും രാജ്യസഭയിലെയും ലോകസഭയിലെയും MP-മാരും ആ സമരത്തിൽ പങ്കെടുക്കണം എന്നാണ് LDF തീരുമാനിച്ചത്. LDF ആഗ്രഹിക്കുന്നത് ഇത് LDF-ന്റെ മാത്രം ഒരു സമരമായി മാറരുത്. ഇത് കേരള ജനതയുടെ സമരമാണ്. അതുകൊണ്ട് പ്രതിപക്ഷമാണെങ്കിലും വ്യത്യസ്ത കക്ഷികളിലാണെങ്കിൽ പോലും അവരെല്ലാം കേരളീയരാണ്. കേരളത്തിന്റെ വികസനം, അഭിവൃദ്ധി, കേരള ജനതയുടെ അഭിവൃദ്ധി, ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ സമരവുമായി, ഈ പ്രവർത്തനവുമായി സഹകരിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെ ഒരു യോജിച്ച പ്രവർത്തനത്തിന്, ഡൽഹിയിൽ യോജിച്ച ഒരു സമരത്തിന് അവരുടെ കൂടി പങ്കാളിത്തം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രതിപക്ഷവുമായി, പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF-നോട് അഭ്യർത്ഥിക്കുന്നത് ഇത് കേരള ജനതയുടെ സമരമാണ്. അതുകൊണ്ട് നിങ്ങളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി നടത്തുന്ന ഈ സമരത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാകണം. നിങ്ങളുടെ MLA-മാരും MP-മാരും കൂടി ഈ സമരത്തിൽ പങ്കാളികളാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ആ ദിവസം ഇടതുപക്ഷ മുന്നണി ആലോചിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും ഒരു വലിയ ബഹുജന സമരം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും എന്ന് പറയുമ്പോൾ ഇന്ന് ബൂത്തുകൾ, പാർലമെന്റ്, അസംബ്ലി, പഞ്ചായത്തിന്റെ കീഴിലായി ബൂത്തുകളുണ്ട്. ബൂത്ത് തലം തൊട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ്. അതിന്റെ ഭാഗമായിട്ട് 8-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ പഞ്ചായത്തിൽ ശ്രദ്ധേയമായ ഒരു കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഓരോ ബൂത്തിൽ നിന്നും ആ ബൂത്തിലുള്ള മുഴുവൻ വീടുകളിൽ ഗൃഹസന്ദർശനം നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അവഗണന വിശദീകരിച്ച് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ ഒരു പ്രവാഹമായി, ഒരു ജാഥയായി പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ അത് വിപുലമായ ഒരു വലിയ കൂട്ടായ്മയാണ്. ഡൽഹി സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള
കേരള ജനതയുടെ ഒരു വികാരമായതുമാണ്. ആ തരത്തിൽ കേരളത്തിൽ എല്ലാ ബൂത്തുകളിലും ഇതിൻ്റെ പ്രചരണങ്ങൾ ഹൗസ് ടു ഹൗസ് വളണ്ടിയർമാർ കയറി ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്ന നടപടികൾ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുക. ഇതിന് പുറമെ നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാരും വ്യവസായികളും കച്ചവടക്കാരും ബുദ്ധിജീവികളും അധ്യാപകരുമൊക്കെ ആയിട്ടുള്ള വലിയൊരു വിഭാഗമുണ്ട്. അവർ സജീവമായ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കില്ല ചിലപ്പോൾ. അത്തരത്തിലുള്ള സമൂഹത്തിലെ വ്യക്തികളെയെല്ലാം കണ്ട് അവർ കൂടി ഈ ബൂത്ത് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കണം, ഈ സംഗമത്തിൽ പങ്കാളികളാകണം എന്ന് അവരോടും അഭ്യർത്ഥിക്കും. അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണയും സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് 8-ാം തീയതി വൈകുന്നേരം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒരു വലിയ മഹാസദസ്സ്, ആ സദസ്സുകളിലെല്ലാമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കും. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ജനസമൂഹം ഉണ്ടാകും. അങ്ങനെ കേരളമാകെ ഡൽഹി സമരത്തിന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരായി കേരളത്തിന്റെ ശബ്ദം, 3.5 കോടി മലയാളികളുടെ ശബ്ദം, ആ ശബ്ദം ഉയർന്നു വരികയും ചെയ്യും. ആ സമര പരിപാടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ബോർഡുകളും മറ്റ് പ്രചരണങ്ങളും ഇപ്പോൾ തന്നെ ആരംഭിക്കും. എല്ലാവരെയുമായിട്ട്, നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർ ബൂത്ത് അടിസ്ഥാനത്തിൽ വീടുകളിൽ കയറിയിട്ട് അവരുമായിട്ട് ആശയവിനിമയം നടത്തും, ചർച്ച നടത്തും, സംശയ നിവാരണം വരുത്തും. അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഇടതുപക്ഷ മുന്നണി കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനം.